സ്വർഗത്തിൻ സന്തോഷം വന്നെത്തി ഈ മണ്ണിൽ, എല്ലാവർക്കും ആനന്ദം, മണ്ണിലെല്ലാവർക്കും ആനന്ദം. സ്വർഗത്തിൻ സന്തോഷം വന്നെത്തി ഈ മണ്ണിൽ, എല്ലാവർക്കും ആനന്ദം, മണ്ണിലെല്ലാവർക്കും ആനന്ദം. മത്താപ്പൂ കത്തിക്കാം, ഉച്ചത്തിൽ കൈകൊട്ടാം, ദൈവത്തിൻ പുത്രനെ വാഴ്ത്താം. മത്താപ്പൂ കത്തിക്കാം, ഉച്ചത്തിൽ കൈകൊട്ടാം, ദൈവത്തിൻ പുത്രനെ വാഴ്ത്താം. ദൈവത്തെ ആരാധിക്കാം, ആഹാ ദൈവത്തെ ആരാധിക്കാം. മംഗളങ്ങൾ, ആഹാ മംഗളങ്ങൾ, ക്രിസ്തുമസിൻ മംഗളങ്ങൾ. മംഗളങ്ങൾ, ആഹാ മംഗളങ്ങൾ, ക്രിസ്തുമസിൻ മംഗളങ്ങൾ. ആമോദമായി ഉള്ളിൽ ആനന്ദമായി ഇന്നു തകില താളമേളമായിതാ. പൂന്തിങ്കളും കുഞ്ഞി പൂന്തിന്നലും രാവിൽ ഈ വീണമീട്ടുന്നിതാ. മംഗളങ്ങൾ, ആഹാ മംഗളങ്ങൾ, ക്രിസ്തുമസിൻ മംഗളങ്ങൾ. മംഗളങ്ങൾ, ആഹാ മംഗളങ്ങൾ, ക്രിസ്തുമസിൻ മംഗളങ്ങൾ. രാജാക്കന്മാരും ആട്ടിടയന്മാരും വന്നു ചേർന്നു പുണ്യരാത്രിയിൽ. മാലാഖവൃന്ദവും ആലോകരും ഒന്നു ചേർന്ന് പാടി ഹല്ലേലൂയാ. രാജാക്കന്മാരും ആട്ടിടയന്മാരും വന്നു ചേർന്നു പുണ്യരാത്രിയിൽ. മാലാഖവൃന്ദവും ആലോകരും ഒന്നു ചേർന്ന് പാടി ഹല്ലേലൂയാ. അധരത്തിൽ നിറയുന്നു മധുരത്തിൽ സംഗീതം, തിരുവചനം അതുണരു സമയം. മംഗളങ്ങൾ, ആഹാ മംഗളങ്ങൾ, ക്രിസ്തുമസിൻ മംഗളങ്ങൾ. മംഗളങ്ങൾ, ആഹാ മംഗളങ്ങൾ, ക്രിസ്തുമസിൻ മംഗളങ്ങൾ. Hi friends, welcome to Shalom TV Little Hearts in association with Jesus Youth Kairos Buds. എല്ലാ കൂട്ടുകാർക്കും ഷാലോം ടിവിയും ജീസസ് യൂത്ത് കെയ്റോസ് ബഡ്സും ചേർന്നൊരുക്കുന്ന ലിറ്റിൽ ഹാർട്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എല്ലാവരും ആക്ഷൻ സോങ് ഒക്കെ കണ്ട് ത്രില്ലടിച്ചിരിക്കുമായിരിക്കും അല്ലേ? ക്രിസ്മസിന് വേണ്ടി നോമ്പൊക്കെ നോക്കി റെഡി ആവുകയാണോ എല്ലാവരും? നമ്മുടെ ഫസ്റ്റ് സെഗ്മെൻറ്റ് അഡ്വെൻറ്റ് ജേണിയാണ്. പുതിയ പള്ളിയിലൊന്ന് പോയി നോക്കിയാലോ? ഈശോമിശിഹായ്ക്ക് എപ്പോഴെപ്പോഴും ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞുമക്കളെ, ഇന്ന് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് ഇരിങ്ങാലക്കുട രൂപതയിലെ മേലടൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉണ്ണിമിശിഹായുടെ നാമധേയത്തിലുള്ള ദേവാലയത്തിലാണ്. നമ്മുടെ ഈ ദേവാലയം ഒരു 1935 ഒരു ചെറിയ വെച്ചുകെട്ടി ഹാള് പോലെ തുടങ്ങിയ ഒരു ദേവാലയമാണ്. 2-3 പ്രാവശ്യം പുതുക്കിപ്പണിത് ഇപ്പോൾ 2008 ഏറ്റവും അവസാനമായിട്ട് പുതുക്കിപ്പണിത ഈ മനോഹരമായ ദേവാലയം. നമ്മുടെ ഈ ദേവാലയം ഉണ്ണീശോയെ എന്നും സ്മരിച്ചുകൊണ്ട് അർപ്പിക്കുന്ന ഏറ്റവും വലിയ ശുശ്രൂഷയാണ് ബുധനാഴ്ചകളിൽ നമ്മൾ നടത്തുന്ന 10:30 മണി മുതൽ 12:30 മണി വരെയുള്ള ശുശ്രൂഷ. അതോടനുബന്ധിച്ച് നമ്മൾ ഇവിടെ കടന്നു വരുന്ന എല്ലാ തീർത്ഥാടകർക്കും ഭക്ഷണവും കൊടുത്തിട്ടാണ് അവരെല്ലാവരും സന്തോഷത്തോടു കൂടി ഉണ്ണീശോയുടെ അനുഗ്രഹം വാങ്ങി ഇവിടെ നിന്നും പോകുന്നത്. നിങ്ങൾക്ക് ഉണ്ണീശോനെ ഇഷ്ടമാണോ? ഉണ്ണീശോയുടെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളിതാ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുകയാണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഉണ്ണീശോയുടെ പിറവിയാണ്. ഉണ്ണീശോ എവിടെയാണ് ജനിച്ചത്? ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലാണ് ഉണ്ണീശോ പിറന്നത്. ബെത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? മക്കൾക്ക് അതൊക്കെ അറിയാം അല്ലേ?
ബെത്ലഹേം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? യൂദയ രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്. യൂദയയിലെ അന്നത്തെ രാജാവ് ആരാണ്? ഹെറോദേസ് രാജാവാണ്. ഹെറോദേസിന്റെ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് 3 പേര് കടന്നു വന്നു. അതാരായിരുന്നു? 3 ജ്ഞാനികൾ കടന്നു വന്നു. അവരെന്തിനു വേണ്ടിയാ വന്നത്? കിഴക്കേ ദേശത്ത് നിന്നും ഈശോയെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവരെന്നിട്ട് അവിടെ വന്നിട്ട് അന്വേഷിച്ചത് ഈശോ എവിടെ ജനിച്ചിരിക്കുന്നത്. ഈശോയുടെ ജനനത്തെക്കുറിച്ച് പഴയ നിയമത്തിലെ മിക്ക പ്രവാചകൻ പറയുന്ന ഒരു വചനമുണ്ട്. മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായം 2-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, അവൻ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലാണ് രക്ഷകനായ ഈശോ പിറക്കുക എന്ന്. അപ്പം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈശോ പിറവി കൊള്ളും എന്നുള്ളത്, ഈശോ പിറക്കുമെന്നുള്ളത്, അത് പിറക്കുന്ന സ്ഥലം ബെത്ലഹേം എന്ന സ്ഥലമാണെന്നുള്ളതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അത് പ്രകാരമാണ്, ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ നമ്മൾ കാണുന്നത്. മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലാണ് അവൻ പിറക്കുന്നത്. എന്നിട്ട് അവർ ബെത്ലഹേം തേടി പോവുകയാണ് ചെയ്തത്. ബെത്ലഹേമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, ഈശോയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ഈശോയെ ആരാധിച്ചു. ഈശോയുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് അവർ പഠിച്ച 2 സുഹൃതങ്ങളുണ്ട്. ഒന്ന്, ഈശോ പിറന്നത് ഈ പുൽത്തൊട്ടിയിലാണ്, അല്ലേ? പുൽക്കൂട്ടിലാണ് പിറന്നത്. പുല്ലുകളുടെ സങ്കേതത്തിൽ കാലികൾ കിടക്കുന്ന സ്ഥലത്ത്, അല്ലേ? പരമദാരിദ്ര്യത്തിലാണ് ഈശോ പിറന്നു വീഴുന്നത്. രണ്ടാമതായിട്ട് ഈശോ ദൈവമായിരുന്നിട്ടും ഈശോ എവിടെ പിറക്കാനുള്ള മനസ്സ് കാണിച്ചു? കാലിത്തൊഴുത്താണെങ്കിൽ കാലിത്തൊഴുത്ത്, അവിടെ പിറക്കുകയാണ്, അല്ലേ? എളിമയുള്ള ഈശോ. 2 സുഹൃതങ്ങളാണ്. ഏത് സുഹൃതങ്ങളൊക്കെയാണ്? ഒന്ന് ദാരിദ്ര്യം, 2 എളിമ. ഏതൊക്കെയാണ് ഒന്നുകൂടെ പറഞ്ഞ്? ദാരിദ്ര്യം, എളിമ. അപ്പൊ നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കണം. എന്താണ്? ഈശോയെ, ഞങ്ങൾക്കും ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും ക്ലേശവും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ആരെയാണ്? പുൽക്കൂട്ടിൽ പിറന്ന ഈശോയെയാണ് നമ്മൾ ഓർക്കേണ്ടത്. രണ്ടാമതായിട്ട്, നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പക്ഷേ അപമാനിതരാകുകയും മറ്റുള്ളവർ നമ്മളെ വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പുൽക്കൂട്ടിൽ പിറന്ന ഈശോയെ ഓർക്കണം. എന്താണ് ഓർക്കേണ്ടത്? ഈശോയുടെ എളിമ നിറഞ്ഞ മനസ്സ്. ആ ഈശോയാണ് എളിമയോട് കൂടിയിട്ട് ഒരു ഗോതമ്പ് അപ്പത്തിൽ നമ്മുടെ കൈകളിലേക്ക് വരുന്നത്. എന്തായിട്ടാണ് വരുന്നത്? ഗോതമ്പ് അപ്പത്തിൽ ദിവ്യകാരുണ്യമായിട്ട് ഈശോ വരുന്നത്, അല്ലേ? നമുക്ക് ആ ഈശോയുടെ അടുത്തേക്ക് പോകാം. ഈശോയുടെ മക്കളെ, നമ്മളെല്ലാവരും ഇപ്പൊ എവിടെയാ? ദേവാലയത്തിനകത്ത്. ആരുടെ അടുത്താ? ഉണ്ണീശോയുടെ അടുത്ത്. നമുക്ക് ഉണ്ണീശോയ്ക്ക് ഒരു സ്തുതി കൊടുക്കാം, അല്ലേ? ഈശോ മിശിഹായ്ക്ക്. യെസ്. ഉണ്ണീശോ നമ്മെല്ലാവരെയും എന്നും കാണാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കുകയാണ്, അല്ലേ? നമ്മളെല്ലാവരും ഈശോയുടെ അടുത്തേക്ക് വരുന്നു. എന്തിനാ നാം എല്ലാവരും ഉണ്ണീശ്വരുടെ അടുത്തേക്ക് വരുന്നത്? ഉണ്ണീശ്വരുടെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയും നമ്മളും തമ്മിലുള്ള ഒരു ബന്ധമാണ് പ്രാർത്ഥന, അല്ലേ? അതുകൊണ്ടാണ് ആ ബന്ധമുണ്ടെങ്കിൽ ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, 2-3 പേർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ മധ്യേ ഞാനുണ്ടായിരിക്കും, അല്ലേ? നമ്മൾ വിളിച്ച അപ്പോൾ വരും ഈശോ നമ്മുടെ അടുത്തേക്ക്, നമ്മെ സഹായിക്കാനായിട്ട്, നമ്മെ അനുഗ്രഹിക്കാനായിട്ട്, നമ്മെ സ്നേഹിക്കാനായിട്ട്, നമ്മെ പ്രോത്സാഹിപ്പിക്കാനായിട്ട്, നമ്മെ തിരുത്താനായിട്ട്, പരീക്ഷ എഴുതുമ്പോൾ നല്ല ബുദ്ധിക്ക് ഓർമ്മയും ശക്തിയൊക്കെ കിട്ടാനായിട്ട് ഈശോയെ വിളിച്ച അപ്പോൾ ഈശോ വന്ന് നമ്മെ സഹായിക്കുന്ന നമ്മുടെ സഹായകനാണ് ഉണ്ണി ഈശോ, അല്ലേ? അപ്പം അത് ഈശോ നമ്മോട് പറയുകയാണ്, എന്താണ്? ബെത്ലഹേമിലെ പുൽക്കൂട്ടിൽ പിറന്ന എന്നിൽ നിന്നും നിങ്ങൾ എന്താ പഠിച്ചതെന്ന് ഈശോ ചോദിക്കുകയാണ്. എന്താ നമ്മൾ പഠിച്ചത്? ഈശോയിൽ നിന്നും 2 പുണ്യങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഈശോയുടെ ദാരിദ്ര്യം, പരമദരിദ്രനായി പുൽക്കൂട്ടിൽ പിറന്ന
ഈശോയെ നമ്മൾ കാണുന്നു. രണ്ടാമതായിട്ട് ഈശോയുടെ എളിമ നിറഞ്ഞ മനസ്സാണ് അല്ലേ. ഈശോയെ അന്വേഷിച്ച ആദ്യം തന്നെ വന്നത് ആട്ടിടയന്മാരാണ് അല്ലേ. എന്തൊരു എളിമയാണ് ഈശോയ്ക്കുള്ളത് അല്ലേ. ഈശോയെ കാണാനായിട്ട് ആട്ടിടയന്മാർ വന്നപ്പോൾ അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട് അല്ലേ. സ്വർഗത്തിലെ ദൂതന്മാർ അപ്പോൾ വിളിച്ചു പറഞ്ഞ ഒരു വലിയ പ്രാർത്ഥനയുണ്ട്. എന്താണത്? അത്യുന്നതങ്ങളിൽ സ്തുതി, ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം. നല്ല മനസ്സുണ്ടാവാനായിട്ട് ഈശോ പറയുകയാണ്, നിങ്ങൾക്ക് ഈ 2 പുണ്യങ്ങൾ വേണം, ദാരിദ്ര്യവും എളിമയും നിങ്ങൾക്ക് വേണം. അപ്പം നമുക്ക് ഈശോയോട് ചോദിക്കാം, ഈശോയെ ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് നീ ഒരു സുഹൃത ജപം പറഞ്ഞു തരണമേ എന്ന് ഈശോയോട് നമുക്ക് ചോദിക്കാം അല്ലേ. ഈശോ പറഞ്ഞു തരുന്ന ഒരു സുഹൃത ജപം എല്ലാവരും കൂടിയിട്ട് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാമോ? ദരിദ്രനായി പിറന്ന ഈശോയെ ഞങ്ങളെ എളിമ എന്ന പുണ്യം പഠിപ്പിക്കണമേ. ദരിദ്രനായി പിറന്ന ഈശോയെ എളിമ എന്ന പുണ്യം ഞങ്ങളെ പഠിപ്പിക്കണമേ. അപ്പൊ ഈ സുഹൃത ജപം നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിടണം. എന്താണ് സുഹൃത ജപം? ദരിദ്രനായി പിറന്ന ഈശോയെ എളിമ എന്ന പുണ്യം ഞങ്ങളെ പഠിപ്പിക്കണമേ. പുതിയ പള്ളിയൊക്കെ വിസിറ്റ് ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ. നിങ്ങളെല്ലാവരും അച്ഛൻ പറയുന്ന പ്രാർത്ഥനകളൊക്കെ മുടങ്ങാതെ ചെല്ലാറുണ്ടോ? ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. ഈ ക്രിസ്മസ് കാർഡിന്റെ ഫ്രണ്ടിലൊക്കെ റെഡ് ക്യാപ്പും ഷോളും ഒക്കെ വെച്ചൊരു പെൻഗ്വിനെ കണ്ടിട്ടില്ലേ? ആ പെൻഗ്വിന്റെ പേരാണ് റോളി പെൻഗ്വിൻ. ഇന്ന് നമുക്ക് റോളി പെൻഗ്വിന്റെ കഥ കേൾക്കാം. അതിനായി നമുക്ക് ജിംഗിൾ ബെൽ സ്റ്റോറി ടൈമിലേക്ക് പോവാം. ആന്റി ഇന്ന് എന്ത് കഥയാ പറയണേ? ഏത് കഥയാ പറയണ്ടേ? ആലോചിക്കട്ടെ. സാന്താക്ലോസ് ഒക്കെ നിങ്ങൾക്ക് അറിയണതല്ലേ, കേട്ടിട്ടുള്ളതല്ലേ? കേൾക്കാത്തൊരു കഥ പറഞ്ഞാലോ? നിങ്ങൾ ഈ ക്രിസ്മസ് കാർഡിലൊക്കെ കണ്ടിട്ടുണ്ടോ? ഒരു പെൻഗ്വിനെ കണ്ടിട്ടുണ്ടോ? സാന്താക്ലോസിൻ്റെ തൊപ്പി, പിന്നെ ഒരു റെഡ് കളർ ഷോള് ഒക്കെ കഴുത്തേലിട്ടിട്ടുള്ള ഒരു കുഞ്ഞി പെൻഗ്വിനെ കണ്ടിട്ടുണ്ടോ? ഗ്രീറ്റിംഗ് കാർഡിലൊക്കെ കാണില്ലേ, നല്ല ക്യൂട്ടായിട്ടൊരു കുഞ്ഞി പെൻഗ്വിന്. ആ പെൻഗ്വിൻ്റെ കഥയാണ് നമ്മൾ പറയണത്. മനസ്സിലായോ? ആ പെൻഗ്വിൻ്റെ പേരാണ് റോളി. ഈ റോളി പെൻഗ്വിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഗ്വിന് എപ്പോഴും ഒരു സങ്കടമാണ് റോളി പെൻഗ്വിന്. കാരണം പെൻഗ്വിൻ വിചാരിക്കും പെൻഗ്വിൻ പക്ഷിയാണ്. അപ്പോൾ ഞാനൊരു പക്ഷി, പക്ഷെ ബാക്കി പക്ഷികളെ പോലെ എനിക്ക് പറക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടമാണ്. ആ പെൻഗ്വിൻ്റെ കഥയാണ് നമ്മൾ പറയണത്. ഈ റോളി പെൻഗ്വിൻ എന്ന് പറയുന്നത് മേരി പക്കാർഡ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി രൂപം കൊടുത്ത ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. ആരാണ് എഴുത്തുകാരി? ഈ മേരി പക്കാർഡിൻ്റെ റോളി കുഞ്ഞൻ ആണ്, ഒരു കുഞ്ഞി പെൻഗ്വിന്. അതിൻ്റെ സങ്കടം എന്തായിരുന്നു? എല്ലാ പക്ഷികളെയും പോലെ എനിക്ക് പറക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഈ റോളി പെൻഗ്വിൻ എന്നും ആലോചിക്കും, എനിക്ക് എങ്ങനെ പറക്കാൻ പറ്റും? കാക്ക പറക്കുന്നു, തത്തമ്മ പറക്കുന്നു, ഇവരെയൊക്കെ പോലെ എനിക്ക് പറക്കണം എന്നിങ്ങനെ ഭയങ്കര ആഗ്രഹം. പക്ഷേ ഇത് നടക്കില്ല. അവസാനം ഇവൾ ആലോചിച്ചു, എനിക്ക് പറക്കാൻ എന്തോ ഒരു വഴി. അവസാനം വിചാരിച്ചു, കുട്ടികളുടെ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കുന്ന ആളാരാണ്? സാന്റാക്ലോസ്. അപ്പോൾ സാന്റാക്ലോസിന് ഒരു കത്തെഴുതാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മുടെ റോളി പെൻഗ്വിൻ സാന്റാക്ലോസിന് ഒരു കത്തെഴുതി. ആർക്കാ കത്തെഴുതിയേ? സാന്താക്ലോസിന് കത്തെഴുതി, എനിക്ക് പറക്കണം, എനിക്ക് പറക്കാനുള്ള കഴിവ് തരണം ഡിയർ സാന്ത എന്നൊക്കെ പറഞ്ഞൊരു കത്തെഴുതി. അപ്പോൾ സാന്റ നിങ്ങളെ ഞാൻ പറക്കാം അല്ലെങ്കിൽ പറക്കാൻ സഹായിക്കാമെന്നൊന്നും ഒരു റിപ്ലൈയും കൊടുത്തില്ല. പകരം പറഞ്ഞു, നീ എൻ്റെ കൂടെ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ, എനിക്ക് നിറയെ ഗിഫ്റ്റ് കുട്ടികൾക്ക് കൊടുക്കണം, നീ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ സാൻഡെ ഇവള് ഹെൽപ്പ് ചെയ്യാമെന്ന് സമ്മതിച്ച് റോളി പെൻഗ്വിൻ സാൻഡയുടെ അടുത്ത് പോയി. അങ്ങനെ സാൻഡയും റോളി പെൻഗ്വിനും കൂടെ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഏത് വണ്ടിയിലാണ് പോയത്? നമ്മുടെ മഞ്ഞുവണ്ടിയിൽ. അതിൽ കയറി നമ്മുടെ റുഡോൾഫ് റെയിൻഡിയറിൻ്റെ കഥ ആൻറ്റി ഒരു ദിവസം പറഞ്ഞു തന്നില്ലേ? ആ ലൈറ്റിൽ ഇങ്ങനെ രാത്രിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് വണ്ടി ഒരിടത്ത് വന്ന് ഒന്ന് സ്ട്രക്കായിപ്പോയി. ഒരിടത്ത് ഇടിച്ചു. ഇങ്ങനെ കൂടുതൽ മഞ്ഞൊക്കെയുള്ള വഴിയല്ലേ, ഒന്ന് ഇടിച്ച് സ്ട്രക്കായപ്പം ടോയ്സ് എല്ലാം, സാൻഡയുടെ ഗിഫ്റ്റ് എല്ലാം താഴെ ചാടിപ്പോയി. അങ്ങനെ ഈ സാൻഡയുടെ ഗിഫ്റ്റ് എല്ലാം താഴെ ചാടിപ്പോയി കഴിഞ്ഞപ്പോൾ തിരിച്ച് ഇവരൊക്കെ വണ്ടിയിൽ പറക്കി വെച്ചു. പറക്കി വെക്കുമ്പോൾ കുറച്ച് ഗിഫ്റ്റ് മിസ്സായി. അപ്പോൾ സാൻഡയ്ക്ക് മനസ്സിലായി, എൻ്റെ കയ്യിൽ വേറൊരു ബാഗ് ഉണ്ടായിരുന്നു, ആ ബാഗ് മിസ്സിങ് ആണ്, അത് കാണുന്നില്ല. അപ്പോൾ ഇവർ നോക്കിയിട്ട് അവിടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ സാൻഡയ്ക്ക് മനസ്സിലായി മഞ്ഞിങ്ങനെ പെയ്യോണാണ്. മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുമ്പം ഈ മഞ്ഞിൻ്റെ അടിയിലായിപ്പോയി, മഞ്ഞുപാളികളുടെ അടിയിലായിട്ട് ഈ ഗിഫ്റ്റ് പോയി. ഇനി എങ്ങനെ എടുക്കും? പറ്റൂലല്ലോ. അപ്പം സാൻഡ ചോദിക്കും, ഇനി എന്ത് ചെയ്യും? എൻ്റെ ഗിഫ്റ്റ് എനിക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ള, ഞാൻ ഓരോരുത്തരുടെ എണ്ണം എടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഒരു കുട്ടിക്ക് ഗിഫ്റ്റ് കിട്ടിയില്ലെങ്കിൽ സങ്കടം വരില്ലേ? അപ്പോൾ സാൻഡയ്ക്ക് സങ്കടമായി. അപ്പോൾ റോളി പെൻഗ്വിൻ പറയും, ഞാൻ സാൻഡനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയും.
എന്നിട്ട് പെൻഗിൻ എന്ത് ചെയ്യുന്നറിയോ, ഈ പെൻഗിൻസിന് ഒരു ടാലൻറ്റ് ദൈവം കൊടുത്തേക്കുന്നത് എന്താണ്, ഈ മഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകാം അല്ലേ. പെൻഗിൻ പെട്ടെന്ന് ഡൈവ് ചെയ്ത് മഞ്ഞുപാളിയുടെ ഉള്ളിൽ കൂടെ പോയിട്ട് നമ്മുടെ ഈ ബാഗ്, ഗിഫ്റ്റ് ഉള്ള ബാഗ് പോയത് തപ്പി കണ്ടുപിടിച്ച് കുറച്ച് ദൂരം പോയി അതും പോയിട്ട് എടുത്ത് കൊണ്ടുവന്ന് സാൻഡയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു. അപ്പോൾ സാൻഡയ്ക്ക് സന്തോഷമായി. ഈ മഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെ ഡൈവ് ചെയ്ത് പോകാനുള്ള കപ്പാസിറ്റി ആർക്കോ ഉള്ളൂ? വേറെ പക്ഷികൾക്ക് വല്ലവർക്കും ഉണ്ടോ? ഇത് കൊണ്ടു കൊടുത്തപ്പോൾ സാൻഡ റോളി പെൻഗിനെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ച് നല്ല ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ കൊടുത്തു. അപ്പോൾ റോളിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ റോളി ആലോചിച്ചു, വേറെ ഒരു പക്ഷികൾക്കും ഇങ്ങനെ മഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പറ്റത്തില്ലല്ലോ, എനിക്ക് മാത്രമാണ് ആ കഴിവുള്ളത്. അപ്പം ഞാൻ എൻ്റെ ഇല്ലാത്ത കഴിവിനെ ഓർത്ത് ഇത്രയും കാലം സങ്കടപ്പെട്ടല്ലോ എന്നോർത്ത് റോളിക്ക് ആകെ സങ്കടം വന്നു. അപ്പോൾ റോളി അന്ന് മുതൽ തനിക്കില്ലാത്ത കഴിവിനി റോളിക്ക് പറക്കണം എന്നുള്ള ആഗ്രഹം റോളി ഉപേക്ഷിച്ചു. കാരണം മറ്റ് പക്ഷികൾക്കൊന്നും ഇല്ലാത്തൊരു കഴിവാണ് എനിക്ക്, മഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെ ഡൈവ് ചെയ്ത് പോകാനുള്ള കഴിവല്ലേ. അപ്പോൾ റോളിക്ക് സ്വന്തം കഴിവ് മനസ്സിലായി, ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇതുപോലെ ഈ റോളി പെൻഗിനെ പോലെ നമ്മളും ഇടയ്ക്ക് നമുക്ക് ഇല്ലാത്ത കഴിവുകളെ ഓർത്ത് അവൾ നന്നായി പാട്ട് പാടും, അവൻ നന്നായി ഡാൻസ് ചെയ്യും, എനിക്ക് അങ്ങനെയൊന്നും കഴിവില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടാറില്ലേ? നമുക്ക് പക്ഷേ വേറെ കഴിവായിരിക്കുമല്ലോ, നമുക്ക് വരയ്ക്കാൻ കഴിവുണ്ടാവും, നന്നായി പഠിക്കാൻ കഴിവുണ്ടാവും, നന്നായി പ്രസംഗിക്കാൻ കഴിവുണ്ടാവും. അപ്പോൾ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് സങ്കടപ്പെടാൻ പാടില്ല. നമുക്കുള്ള കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് സന്തോഷത്തിൽ ജീവിക്കണം. ഇല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് സങ്കടപ്പെടാൻ പാടില്ല. ഇഷ്ടപ്പെട്ട റോളി പെൻഗിൻ്റെ കഥ? അപ്പം ഇനി നിങ്ങളും അങ്ങനെ ചെയ്യില്ലേ? നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? കണ്ണടച്ചോ, കൈ കൂട്ടി പിടിച്ചോ. ഉണ്ണീശോയെ, ഞങ്ങളുടെ കഴിവുകളെ മനസ്സിലാക്കി അംഗീകരിക്കാനും ഞങ്ങളുടെ കുറവുകളെ ഓർത്ത് സങ്കടപ്പെടാതിരിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ആമേൻ. റോളി പെൻഗ്വിൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? പറക്കാൻ സാധിക്കാത്ത റോളി പെൻഗ്വിൻ ഡൈവ് ചെയ്താണ് ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. കഴിവില്ലെന്ന് പറഞ്ഞ് വിഷമിക്കുന്നതിന് പകരം നമ്മളും ഉള്ള കഴിവുകൾ ആവുന്നതും യൂട്ടിലൈസ് ചെയ്യണം. എന്നാൽ നമുക്ക് ക്രാഫ്റ്റ് സിറ്റിയിലേക്ക് പോയാലോ? ഇന്ന് നമ്മളെ പഠിപ്പിക്കാൻ പോകുന്ന ക്രാഫ്റ്റ് 3D സ്നോഫ്ലേക്സ് ഉണ്ടാക്കാനാണ്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? Hi friends, welcome back to Craft City. Today it's Christmas season and let's prepare something very special for Christmas. So as you all know, abroad Christmas celebration ഒക്കെ ഉള്ളപ്പം it's actually snows there. So അവിടെ snowflakes snowum അങ്ങനെ അതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. So let's prepare a paper snowflake today. Materials required for this are glue, scissors, pencil, and few A4 size paper, blue colored papers. So first we're going to take our A4 size paper and we're going to fold it half. So നമ്മൾ both ways half fold ചെയ്യും. And now we're going to cut it into 4 pieces. So നമ്മൾ ഫോൾഡ് ചെയ്ത ലൈൻസിൽ കൂടെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. So ഇതുപോലെ you need to have 12 pieces. So accordingly you can take 3 papers കാരണം 4 squares ആയിരിക്കും ഒരു പേപ്പർ കിട്ടുന്നത്. So 4 into 3 you get 12. Now we're going to make it into half. So ഒരു പോർഷൻ എടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് പോർഷൻ ഇതിൻ്റെ ഈ ഒരു ചെറിയ പോർഷനെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ വെക്കണം. So this is how ഇതെല്ലാം നമ്മൾ ഇതുപോലെ ചെയ്യണം. So you need to have 12 pieces and 12 pieces ഇതുപോലെ തന്നെ ചെയ്യണം. So it's simple. You just need to take a folding and then അതിനെ കവർ ചെയ്യാനായിട്ട് മറ്റേ സൈഡിൽ ചെറിയൊരു ഫോൾഡിങ് വെക്കുക. So it should be visibly covering here. Okay, so I folded all. Now we're going to apply glue to this. So നമ്മൾ ഇന്നർ ഏരിയയിലായിരിക്കില്ല, ഈ ഒരു പോർഷനിലായിരിക്കും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത്. കാരണം this is the out portion and that is the portion that we're going to stick here. So അവിടെ സ്റ്റിക്ക് ചെയ്യുമ്പം അത് ആ ഒരു പോർഷൻ നമ്മൾ പുറത്തെടുക്കുന്ന പോർഷനാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത്. So we're going to do the same for all. So this snowflake is something very easy. So after making all these things, you'll be like thinking, because we're going to get something very big. ഒരു വലിയ snowflake ആയിരിക്കും കിട്ടുന്നത്. So കിട്ടുമ്പോൾ you'll be all like surprised to see. കാരണം normally we won't get such big snowflakes with the small paper.
So this is the way that we do this. Next, I'm having a sample of snowflake that I've made. So ഈ ഒരു ഷേപ്പിലായിരിക്കും അത് കിട്ടുന്നത്. So in this shape, we're going to cut out these papers. So for that, you require a pencil. And ഈ shape തന്നെ വേണമെന്നില്ല. You can make a different shape also. So I've just taken something so we'll get a place to make it properly. So ഇത് വെക്കാൻ നേരം the only thing that we need to be careful is about cutting it in the right way. ഈ ഫോൾഡ്സിലെല്ലാം നമ്മളിത് മേക്ക് ചെയ്യാൻ ഷുവർ ആവണം. നമ്മൾ കട്ട് ചെയ്യുമ്പം ഇതിൻ്റെ എല്ലാ എഡ്ജസിലും വേണം കട്ട് ചെയ്യാൻ, അല്ലാതെ ഉള്ളിലേക്ക് കട്ട് ചെയ്യാൻ പാടില്ല. കാരണം വി ഹാവ് നോട്ട് ദ ഗ്ലൂ ഇൻസൈഡ്. സോ നമ്മൾ എടുക്കുമ്പം ആ ഒരു 3D എഫക്റ്റ് വരണമെങ്കിൽ ഇതിൻ്റെ എഡ്ജസിൽ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്യണം. സോ ജസ്റ്റ് കട്ടിങ് ഇറ്റ് അക്കോർഡിംഗ്ലി. നൗ വി കൻ ടേക്ക് ഓൾ ഓഫ് ദം ടുഗെദർ ആൻഡ് റിപ്പീറ്റ് ദ സെയിം. സോ വി ഗോണ കട്ട് ദിസ്. So you can also make this in a form of a tree, like tree, Christmas tree in the shape. You can also make snowflakes. That's also good, and that will also look okay with this. So it can be up to you to make in whatever way you like. So as I said, നമ്മൾ ആ സ്റ്റിക്ക് ചെയ്ത ഫോൾഡ്സിൽ തന്നെ വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്, or else it won't look proper. So we're going to finish cutting this. So ഇതുപോലെ നമുക്ക് 12 pieces വേണം total. So here I've done 4. You need to make into 3 more. So that is the number of things that you need to do. So ഞാനിവിടെ 12 pieces എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. So this is how it will look. Now we're going to stick it one by one on top. So ഇത് കണ്ടോ, ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. So that is why I said ഈ ഒരു ഫോൾഡിങ് നമ്മൾ കട്ട് ചെയ്ത് കളയാൻ പാടില്ല, എന്നാലേ നമുക്കിങ്ങനെ അത് ഫോൾഡ് ആയിട്ട് തന്നെ ഇരിക്കുള്ളൂ. സോ ഹിയർ വി ഗോണ മേക്ക് ഇറ്റ് വൺ ആഫ്റ്റർ ദി അതർ. സോ ഇതിൻ്റെ മേളിൽ ഒരു സ്ട്രേറ്റ് ലൈനിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സോ വി ഗോണ ബൈൻഡ് ഇറ്റ് അപ്പ് ഓൺ ടോപ്പ്. സോ അതേ ആ സെയിം രീതിയിൽ അതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. സോ ആഫ്റ്റർ ഈച്ച് വൺ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഓർ എൽസ് ദി ഗ്ലൂ വോണ്ട് സ്റ്റിക്ക് പ്രോപ്പർലി. So this will take some time, because there is 12 pieces, so we're going to keep all 12 on top. So there's only 2 more to keep. So after keeping, what we're going to do is we're going to take it out. Then you'll find a snowflake. So that is what we're going to do next. So I've completed sticking. Now you need to wait for some time to just press it hard so that everything will stick properly. So press ചെയ്യുന്ന നേരം ഇതെല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നതെന്ന് നോക്കണം. Okay. So now we're going to take it out. So ഓരോന്നും ഇങ്ങനെ വെക്കുക. So ഇതൊരു സ്റ്റാർ പോലെ ആയിരിക്കും അത് ഇരിക്കുന്നത്. പക്ഷെ later on you will find a snowflake. So I'll show you how we'll do that. So നമ്മൾ ഓരോ ഫോൾഡിങ്ങും ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ സെൻറ്ററിലേക്ക്. കാരണം നമ്മൾ സ്റ്റിക്ക് ചെയ്തപ്പം ചിലപ്പോൾ ഗ്ലൂ അതിൻ്റെ മറ്റേ സൈഡിലും കൂടെ സ്റ്റിക്ക് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. സോ വി ജസ്റ്റ് ഗോണ ടേക്ക് ഇറ്റ് ഔട്ട് സ്ലോലി. ഓക്കെ, സോ ദിസ് ഇസ് വൈ ഐ സെഡ് യു നീഡ് ടു സ്റ്റിക്ക് ഇറ്റ് പ്രോപ്പർലി. അല്ലെങ്കിൽ ഇപ്പം ഇതെല്ലാം കൂടി ഇപ്പോൾ തുറന്ന് വന്നേനെ. സോ ഇറ്റ് വിൽ ഹാവ് കം അപ്പ് ഔട്ട്. സോ ദാറ്റ് ഇസ് വൈ I told you to, press it hard so that we can do it properly. So now we're going to stick this part. നമ്മൾ ഈ ഇപ്പം എടുത്ത ഈ ഒരു പോർഷൻ സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. Okay. So a snowflake is ready. So this is all. Merry Christmas. നല്ല ഭംഗിയുള്ള 3D സ്നോഫ്ലേക്ക് ആയിരുന്നല്ലേ അത്. എല്ലാവരും അതുണ്ടാക്കി ട്രൈ ചെയ്ത് ക്രിസ്മസ് ട്രീ തൂക്കി വെച്ച് നോക്കണേ. എല്ലാവരും കെരോൾ സോങ്സ് കാണാൻ വെയിറ്റ് ചെയ്യുവാണെന്ന് തോന്നുന്നു. ഇത്തവണ അവർ എന്ത് വെറൈറ്റി ആണോ പാടാൻ പോകുന്നത്. നമുക്ക് വെറൈറ്റി ഒന്ന് കേട്ട് നോക്കിയാലോ.
ത്രില്ലിലിരിക്കുമായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ സമയമായി. അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കണേ. ഓക്കെ, ബൈ. മന്നവർ മൂവരും ദാവീദിൻ സുതനേ, മന്നവർ മൂവരും ദാവീദിൻ സുതനേ, കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു, കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ അവർ കാഴ്ചകൾ വെച്ചു.